ഇതൊരു ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ്. സന്ധ്യ മയങ്ങുന്ന സമയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. ഒരു പ്രത്യേക വെളിച്ചം ആ മുഖത്തുണ്ടായിരുന്നു. താമരപ്പൂവിന്റെ നിറം, നീളമുള്ള മുടി, ആരുടെയും മനം കവരുന്ന സൗന്ദര്യം. ആ സ്റ്റേഷനിലേക്ക് അവൾ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഗന്ധമാണ് അവിടെയുള്ള പോലീസുകാർക്ക് അനുഭവപ്പെട്ടത്. അത് ഒരു പാലപ്പൂവിന്റെ ഗന്ധമായിരുന്നു. അവിടെയുള്ള ഒരു പോലീസുകാരനോട് അവൾ പറഞ്ഞു, എന്റെ അച്ചായനെ 3-4 പേർ ചേർന്ന് വളഞ്ഞു വെച്ചിരിക്കുന്നു. അവർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അച്ചായൻ ആരെയോ കൊന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവർ അതിന് പകരം വീട്ടാൻ വന്നിരിക്കുകയാണ്. അതൊരു ഫ്ലാറ്റിന്റെ മുൻപിലാണ് എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ തന്നെ പോലീസ് മേധാവി അന്വേഷണത്തിനായി അവിടേക്ക് മറ്റു പോലീസുകാരെ അയച്ചു. ഈ സ്ത്രീയോട് പുറത്ത് കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ ആ സ്ത്രീ പുറത്തേക്ക് നടന്നു. അവളുടെ നടത്തത്തിലും ഒരു താളാത്മകത ഉണ്ടായിരുന്നു. വെള്ള സാരിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കുറച്ചു സമയത്തിന് ശേഷം അന്വേഷിച്ചു പോയ പോലീസുകാർ തിരിച്ചെത്തി. എന്നിട്ട് പോലീസ് മേധാവിയോട് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന്. അപ്പോൾ പിന്നെ അവൾ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്നായി പോലീസുകാരുടെ ചിന്ത. പാറാവുകാരനെ വിളിച്ച് പുറത്ത് കാത്തിരിക്കുന്ന ലിസി എന്നു പേരുള്ള സ്ത്രീയോട് അകത്ത് കയറി വരാൻ ആവശ്യപ്പെട്ടു. പാറാവുകാരൻ പുറത്തേക്ക് ചെന്ന് അവിടെ എല്ലാം നോക്കി. എന്നിട്ട് വന്നു പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്ന്. പെട്ടെന്ന് റോഡിൽ ഒരു ശബ്ദം കേട്ടു. പോലീസുകാരെല്ലാം ഓടിച്ചെന്നു. ഒരു സ്കൂട്ടറുകാരൻ മറിഞ്ഞു വീണതാണ്. അയാൾ പറയുന്നത് ഒരു സ്ത്രീ തൻ്റെ സ്കൂട്ടറിന് കുറുകെ ചാടി അപ്പുറത്തേക്ക് പോയി എന്നാണ്. പക്ഷെ അടുത്തുള്ള ആരും തന്നെ അത് കണ്ടിട്ടുമില്ല. അയാൾ മദ്യപിച്ചിട്ട് പറയുന്നതായിരിക്കുമെന്നാണ് മറ്റുള്ളവർ ചിന്തിച്ചത്. അവൾ എന്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കള്ളം പറഞ്ഞത്? എന്തായാലും അവളെ കണ്ടെത്തണം എന്ന് തന്നെ പോലീസുകാർ വിചാരിച്ചു. പക്ഷേ പേര് മാത്രമല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അവൾ തന്നില്ല. എങ്കിലും അവൾ പറഞ്ഞ ആ ഫ്ലാറ്റ്, അവിടെ ഒന്ന് അന്വേഷണം നടത്താൻ പോലീസുകാർ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ ആ പെൺകുട്ടി പറഞ്ഞ ഫ്ലാറ്റിലേക്ക് പോലീസുകാർ എത്തി. സെക്യൂരിറ്റിക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു. പോലീസുകാർ ഇന്നലെ നടന്ന കാര്യം അയാളോട് പറഞ്ഞു. ഇവിടെ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അത് അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് സെക്രട്ടറിയെ വിളിച്ചു. ഓഫീസിലേക്ക് കയറി. നിങ്ങൾ ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു. ഒരു 5-6 വർഷമായി എന്നായിരുന്നു അയാളുടെ മറുപടി. ലിസി എന്ന പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ടുണ്ടോ? ഈ 5 വർഷത്തിൽ ഇങ്ങനെ ഒരു പേരിൽ ഇവിടെ ആരും താമസിച്ചിട്ടില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത്. പോലീസുകാർക്കിപ്പോൾ വല്ലാത്ത ആശയക്കുഴപ്പം. 5 വർഷത്തിന് മുൻപുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ സമയത്തുള്ള സെക്രട്ടറിയെ തന്നെ വിളിക്കണം. അങ്ങനെ അയാളെയും വിളിച്ചു. ഇയാളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ മുൻ സെക്രട്ടറിയോടും ആവർത്തിച്ചു. അയാൾ അതെ, എനിക്കറിയാം എന്നായിരുന്നു മറുപടി പറഞ്ഞത്. എത്ര വർഷങ്ങൾക്ക് മുൻപായിരുന്നു അതെന്ന് ചോദിച്ചപ്പോൾ ഒരു 10 വർഷത്തിന് മുൻപായിരുന്നു. സത്യത്തിൽ അയാൾക്ക് വ്യക്തമായി എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. ഓർത്തു വയ്ക്കാനും തക്കതായ ഒരു കാരണവും ഉണ്ടായിരുന്നു. അവരുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഈ ഫ്ലാറ്റിലേക്ക് താമസം വന്നത്. ലിസി എന്ന പെണ്ണും അവളുടെ ഭർത്താവ് ജോസും. അവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. അവളുടെ നിർബന്ധപ്രകാരമായിരുന്നു അവരുടെ വിവാഹം നടന്നത്. അവരുടെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്ത ഫ്ലാറ്റിലായിരുന്നു അവരന്ന് താമസിച്ചിരുന്നത്. അവൾ വളരെ സ്നേഹമുള്ളൊരു പെൺകുട്ടി. ഫ്ലാറ്റിലുള്ള എല്ലാവരോടും നന്നായി സംസാരിച്ചു. പക്ഷേ അവരുടെ ജീവിതം അത്ര നല്ല സന്തോഷത്തിലായിരുന്നില്ല. അതിനും ഒരു കാരണമുണ്ട്. അയാൾക്ക് സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വഭാവം തീരെ ശരിയല്ല. ലിസിയുടെ ഭർത്താവ് മദ്യപാനിയും ഗുണ്ടാ ഗ്യാങ്ങിലൊക്കെ പെട്ടവനുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസമാകുന്നതിന് മുൻപ് തന്നെ അയാൾ ഒരു മർഡർ കേസിൽ പ്രതിയായി. അന്ന് തന്നെ അറസ്റ്റും ചെയ്തു. ലിസിക്കാണെങ്കിൽ വീട്ടിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. താൻ കണ്ടുപിടിച്ച ആളായതുകൊണ്ട് തന്നെ അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ മാനസിക നില ആകെ തകിടം മറിഞ്ഞു. അന്ന് രാത്രി തന്നെ അവൾ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഈ സംഭവം എല്ലാവർക്കും ഒരു വേദനയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഫ്ലാറ്റ് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. പക്ഷേ ആരവിടെ വന്ന് താമസിച്ചാലും രാത്രിയാകുമ്പോൾ ഒരു സ്ത്രീ രൂപം കണ്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടുമായിരുന്നു. ലിസി അവിടെ തന്നെ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടോ എന്ന് ഈ പോലീസുകാർ സെക്രട്ടറിയോട് ചോദിച്ചു. ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു അയാളുടെ മറുപടി. രാത്രി സമയങ്ങളിൽ ലിഫ്റ്റിൽ ആരെങ്കിലും കയറിയാൽ കൂടെ ഒരു സ്ത്രീ ഉണ്ടാകും. അങ്ങനെ പേടിച്ച് രാത്രി ലിഫ്റ്റിലൊക്കെ ആരും കയറാതെയായി. ഇനി പടിയിലൂടെ കയറുമ്പോഴാണെങ്കിലും കൂടെ ഒരു നിഴലുണ്ടാകും. സെക്യൂരിറ്റിക്കാരനോട് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ആ സംഭവത്തിന് ശേഷം സെക്യൂരിറ്റി ജോലിക്കായി വരുന്ന ആളുകൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. രാത്രി സെക്യൂരിറ്റി കസേരയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ പുറകിൽ വന്ന് അവരെ തട്ടി വലിക്കുമായിരുന്നു. എന്നിട്ട് ഇരുട്ടത്തേക്ക് നടന്നു പോകും. പിന്നീട് ഒരു അലർച്ച മാത്രമേ കേൾക്കൂ. സെക്രട്ടറി പറയുന്നതെല്ലാം പോലീസുകാർ കേട്ടുനിന്നു. പിന്നീട് അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി.
പോലീസുകാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ചൊരു സംസാരമുണ്ടായി. ഇവിടെ വന്നത് ഒരു പ്രേതമായിരുന്നു എന്നാണ് എല്ലാവരുടെയും സംസാരം. പോലീസ് മേധാവി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് സത്യത്തിൽ ഈ പ്രേതങ്ങളെയൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ഒരു തമാശയായി തന്നെ എടുത്തു. അദ്ദേഹം വിചാരിച്ചത് ആരെങ്കിലും തന്നെ കളിപ്പിക്കാൻ ഈ സ്ത്രീയെ സ്റ്റേഷനിലേക്ക് അയച്ചതായിരിക്കുമെന്നായിരുന്നു. അന്ന് രാത്രി സ്റ്റേഷനിലെ പാറാവുകാരൻ ഒരു കാഴ്ച കണ്ടു. രാത്രി 12 മണിയായപ്പോൾ ഒരു ശബ്ദം കേട്ട് അയാൾ ചെന്ന് നോക്കി. അപ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. അയാളെ കണ്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും അയാളുടെ ബോധം പോയി. അവളിരുന്ന ആ കൊമ്പ് താഴെ വീഴുകയും ചെയ്തു. ഇതെല്ലാം കൂടി അറിഞ്ഞപ്പോൾ പോലീസ് മേധാവിക്കും എന്തോ ഒരു ഭയം. ഇനി ലിസി ആയിരിക്കുമോ അത് എന്ന് അദ്ദേഹവും ചിന്തിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് മേധാവിക്ക് അവിടെ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് പ്രമോഷൻ ലഭിച്ചു. പിന്നീട് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് അതേ സ്റ്റേഷനിലേക്ക് എത്താൻ ഇടയായി. അന്ന് ഒരു SI അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? പണ്ട് ഞാൻ ഇവിടുത്തെ കോൺസ്റ്റബിൾ ആയിരുന്നു. പോലീസ് മേധാവിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അദ്ദേഹം തുടർന്നു, ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. താങ്കൾ എൻ്റെ കൂടെ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഡ്രൈവർക്ക് എൻ്റെ വീട് അറിയാം സാർ. അങ്ങനെ അന്ന് വൈകുന്നേരം പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കെത്തി. കുറച്ചു കഴിഞ്ഞ് ഒരു സ്ത്രീ ചായയുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആ മുഖം അദ്ദേഹത്തിന് വളരെ പരിചിതമായി തോന്നി. അവൾ പോലീസ് മേധാവിയോട് ചോദിച്ചു, സാറിന് എന്നെ പരിചയമുണ്ടോ? പോലീസ് മേധാവിക്കാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടിയതുമില്ല. അവൾ തുടർന്ന് പറഞ്ഞു, സാർ, 10 വർഷങ്ങൾക്ക് മുൻപ് സാറിൻ്റെ ഓഫീസിൽ ലിസി എന്നൊരു പെൺകുട്ടി ഭർത്താവിനെ ഉപദ്രവിക്കുന്നുവെന്നും പറഞ്ഞ് വന്നില്ലേ, അത് ഞാനായിരുന്നു സാർ. അവൾ ആ സ്റ്റേഷനിലെ ഇപ്പോഴത്തെ SIയുടെ സഹോദരിയായിരുന്നു. അവൾക്ക് അന്നൊരു അസുഖമുണ്ടായിരുന്നു. ഇപ്പോൾ SI പറഞ്ഞു തുടങ്ങി, ഞാനന്ന് സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്താണ് ഇവൾ അവിടെ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവളെ ഒളിപ്പിക്കാൻ സ്റ്റേഷൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അപ്പുറത്തെ ഗേറ്റിലൂടെ പുറത്ത് കടന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടാക്കി. അതിനുശേഷം സ്റ്റേഷനിലേക്ക് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഇങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ നടക്കുന്നത് കണ്ടത്. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റിയില്ല. പേടിച്ചിട്ടായിരുന്നു സാർ ഞാൻ അന്നൊന്നും പറയാത്തത്. അന്ന് എൻ്റെ പെങ്ങൾക്കൊരു മാനസിക രോഗമുണ്ടായിരുന്നു. ഇത് കേട്ട് പോലീസ് മേധാവി ചോദിച്ചു, എന്തുകൊണ്ട് ലിസി എന്ന പേര് തന്നെ ആ കുട്ടി പറഞ്ഞുവെന്ന്. സാർ, ഞങ്ങളന്ന് താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ആ കുട്ടിയുടെ പേര് ലിസി എന്നായിരുന്നു. ഇവൾക്കന്ന് 13 വയസ്സായിരുന്നു. ഇവൾ ആ ഫ്ലാറ്റിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ലിസി അവളോട് സംസാരിക്കുമായിരുന്നു. വലിയ അടുപ്പമായിരുന്നു ലിസിക്ക് കുട്ടികളോട്. അങ്ങനെ ലിസി പെട്ടെന്ന് മരിച്ചുപോയപ്പോൾ ഇവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. കുറച്ചു നാളത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അസുഖമൊക്കെ മാറി. പിന്നീട് ഒരു പട്ടാളക്കാരനുമായി ഇവളെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ പ്രസവത്തെ തുടർന്ന് വീണ്ടും മാനസിക വിഭ്രാന്തി തിരികെ വന്നു. ആ സമയത്താണ് ഇവൾ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് വന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ പെൺകുട്ടി പറഞ്ഞു, അതെ സാർ, എൻ്റെ പേര് ലിസിയല്ല, സിസിലി എന്നാണ്. അന്ന് ഞാൻ പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പോലീസ് മേധാവി അവിടെ ഉണ്ടായിരുന്ന ചായ കുടിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി. ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ പുറകെ നിന്നും സാർ എന്നൊരു വിളി. അദ്ദേഹം നോക്കുമ്പോൾ മറന്നു വച്ച താക്കോൽ കൂട്ടവുമായി ആ പെൺകുട്ടി നടന്നു വരികയാണ്. ഇപ്പോൾ ഞാൻ ഈ കണ്ടതും കേട്ടതും സത്യമാണോ മിഥ്യയാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവൾ തൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹം നോക്കിയത് ആ പെൺകുട്ടിയുടെ കാലായിരുന്നു. അത് തറയിൽ തൊടുന്നുണ്ടോ എന്ന്. ഇതൊരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ അനുഭവമാണ്. ഇതുപോലുള്ള യഥാർത്ഥ ഭയാനകമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ കാണുന്ന മെയിലിലേക്ക് നിങ്ങൾക്കത് അയച്ചു തരാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ, ഇൻട്രസ്റ്റിംഗ് ആയി, ത്രില്ലിംഗ് ആയ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.